Dear all, moments involved in the ചില ഇനീക്വാളിറ്റീസ് ആണ് ഈ സെഗ്മെൻറ്റിൽ നമ്മൾ ഡിസ്കഷൻ എടുക്കുന്നത്. ടെയിൽ പ്രോബബിലിറ്റീസിന് ബൗണ്ട് കൊടുക്കാം, മൊമെൻസിൻ്റെ ടേമിൽ ബൗണ്ട് കൊടുക്കാം. അത് ഇൻവോൾവ് ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട റിസൾട്ടുകൾ നമുക്ക് നോക്കാം. സി ദ തിയറം. ഈ തിയറത്തിന് 3 പാർട്ടുണ്ട്. ആദ്യത്തെ പാർട്ട് ഇനീക്വാളിറ്റിയാണ് മെയിൻ ഇനീക്വാളിറ്റി. ബാക്കി രണ്ടെണ്ണം അതിൽ നിന്ന് ഡെറൈവ് ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ കൊറോളറി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ലെറ്റ് എച്ച് ഓഫ് എക്സ് ബി എ നോൺ നെഗറ്റീവ് ബോറൽ മെഷറബിൾ ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ cap x, and if expectation of h of x is, then probability of the event h of x bigger than or equal to epsilon less than or equal to expectation of h of x by epsilon. It is true for every positive epsilon. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് റാൻഡം വേരിയബിളാണ്. ആ റാൻഡം വേരിയബിളിലുള്ള ഒരു നോൺ നെഗറ്റീവ് ബോറൽ മെഷറബിൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിക്ക് ഇതൊരു ടെയിൽ പ്രോബബിലിറ്റി ആണല്ലോ. എച്ച് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു ടെയിൽ, എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ടെയിൽ പ്രോബബിലിറ്റിയാണ്. ഓക്കെ, ആ ടെയിൽ പ്രോബബിലിറ്റിക്ക് ഇവിടെ ഒരു ബൗണ്ട് പറഞ്ഞിരിക്കുന്നു. ഏതിൻ്റെ ടേമിൽ? ആ റാൻഡം വേരിയബിൾ, അതായത് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ ഡിവൈഡഡ് ബൈ എപ്സിലോൺ, അതായിരിക്കും അപ്പർ ബൗണ്ട്, ഒരു അപ്പർ ബൗണ്ട് ഈ പ്രോബബിലിറ്റിക്ക്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഡെറൈവ് ചെയ്യാൻ പറ്റുന്ന ഇനീക്വാളിറ്റിയാണ് രണ്ടാമത് തന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇനീക്വാളിറ്റി ഈസ് കോൾഡ് മാർക്കോവ്സ് ഇനീക്വാളിറ്റി. മാർക്കോവ്സ് ഇനീക്വാളിറ്റി പറയുന്നത് ആർത്ത് അബ്സല്യൂട്ട് മൊമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റാൻഡം വേരിയബിളിന് എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് പവർ ആർ ഈസ് ഫൈനൈറ്റ്, ദെൻ probability of this event mod x bigger than or equal to k will always be less than or equal to expectation of mod x power r by k power r. It is true for every positive k. ഇതും ഒരു ടെയിൽ പ്രോബബിലിറ്റി ആണല്ലോ. മോഡ് എക്സ് ബിഗർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു ടെയിൽ പ്രോബബിലിറ്റിയാണ്. ആ ടെയിൽ പ്രോബബിലിറ്റിയെ നമുക്ക് ആർത്ത് മൊമെൻറ്റിൻ്റെ ടേമിൽ എഴുതാൻ പറ്റും. വേറെ ആർത്ത് മൊമെൻ്റ് എന്ന് പറയുന്നത് ആർ ക്യാൻ ബി എനി നമ്പർ യു ക്യാൻ ഫിക്സ്. ഓക്കെ, ആർത്ത് ഓർഡറിലുള്ള അബ്സല്യൂട്ട് മൊമെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ആർത്ത് ഓർഡറിലുള്ള അബ്സല്യൂട്ട് മൊമെൻറ്റിൻ്റെ ടേമിൽ നമുക്ക് ഇതിനൊരു അപ്പർ ബൗണ്ട് പറയാൻ പറ്റും. ഓക്കെ, ഈ കെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദിസ് കെ ഈസ് എനി പോസിറ്റീവ് റിയൽ നമ്പർ. നൗ ദ തേർഡ് ഇനീക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്നും ഡെറൈവ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇനീക്വാളിറ്റിയാണ്. ഇഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആൻഡ് വേരിയൻസ് ഓഫ് എക്സ് എക്സിസ്റ്റ്, that is expectation of x equal to mu and variance of x equal to sigma square exist, then this is true. Probability of the event mod x minus mu greater than or equal to k sigma will always be less than or equal to 1 by k square. It is true for every positive k. This inequality is called Chebyshev-Binyami inequality or simply Chebyshev's inequality. ഒരുപക്ഷെ ചെബിഷെവ്സ് ഇനീക്വാളിറ്റി നിങ്ങൾ നേരത്തെ ഡിഗ്രി ലെവലിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകാം. ഇവിടെ എന്താ പറയുന്നത്, ഒരു റാൻഡം വേരിയബിളിൽ നിന്ന് അതിൻ്റെ മീൻ സബ്ട്രാക്ട് ചെയ്തതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ടൈംസ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആകാനുള്ള ആ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വിൽ ബി അറ്റ് മോസ്റ്റ് 1 by k സ്ക്വയർ ആയിരിക്കും. ഈ കെ എന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ നമ്പറാണ്. അത് ഇവിടെ സിഗ്മയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നതാണ് കെ എന്ന് പറയുന്ന നമ്പർ. ഓക്കെ, ഇതിനെ കോംപ്ലിമെൻ്ററി പ്രോബബിലിറ്റി കൺസിഡർ ചെയ്ത് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇക്വലൻറ്റ് ഫോം നമുക്കിവിടെ കിട്ടും. Probability that mod x minus mu less than k sigma. This is nothing but the complementary probability of this event greater than or equal to 1 minus 1 by k square. ഓക്കെ, നമുക്ക് ആദ്യത്തേത് പ്രൂവ് ചെയ്യാം. അതിൽ നിന്ന് വളരെ ഈസി ആയിട്ട് അടുത്ത രണ്ടെണ്ണം നമുക്ക് ഡെഡ്യൂസ് ചെയ്യാനും പറ്റും. Now look at the first one. നമുക്ക് പ്രൂഫ് ഏതെങ്കിലും ഒരു കേസിൽ കൊടുത്താൽ മതി. ഞാനിവിടെ എക്സ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഡിസ്ക്രീറ്റ് കേസിലോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് കേസിലോ ഉള്ള പ്രൂഫ് മാത്രം കൊടുത്താൽ മതി. ടെക്സ്റ്റിൽ ഡിസ്ക്രീറ്റ് കേസിൻ്റെ പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ് മീ അസ്യൂം ദാറ്റ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വിത്ത് PDF. ഓക്കെ, we are given that expectation of h of x is finite, where h is a non-negative Borel measurable function of x. Okay, now let epsilon positive be given. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ഈ പ്രോബബിലിറ്റിയുടെ അല്ലേ, എച്ച് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറയുന്ന ഈ പ്രോബബിലിറ്റിക്ക് ഈ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിക്ക് ഒരു ബൗണ്ട് കൊടുക്കണം. ഇതിന് നമുക്കിപ്പോൾ അറിയാവുന്ന ക്വാണ്ടിറ്റി എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് ഓഫ് എക്സ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് ഓഫ് എക്സ് കമ്പ്യൂട്ട് ചെയ്യാം. ബൈ ഡെഫിനിഷൻ വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് ഓഫ് എക്സ്? അതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ എപ്സിലോൺ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു സെറ്റ് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, വി പുട്ട് A equal to A is the set of all values of the random variable for which h of x is bigger than or equal to epsilon.
ഓക്കെ. ഈ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂ നമ്മളൊരു എപ്സിലോൺ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ഓഫ് എക്സ് എപ്സിലോണിനേക്കാളും ഗ്രേറ്റർ ആവാം, ലെസ്സർ ആവാം. ഓക്കെ. അപ്പോൾ എച്ച് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആവുന്ന എക്സിൻ്റെ വാല്യൂസ് കളക്ട് ചെയ്തെടുത്തു. അതാണ് എ എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് ഓഫ് എക്സ് കമ്പ്യൂട്ട് ചെയ്യാം. Now by definition what is expectation of h of x? Expectation of h of x is integral values of the random variable h of x into pdf of x, that is f of x dx, integrate it over the range of x. Okay. ഇനി എക്സിൻ്റെ റേഞ്ചിനെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എയും എ കോംപ്ലിമെൻറ്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ. ഈ എക്സുകൾ എയിൽ ഉണ്ടാവാം, എയുടെ കോംപ്ലിമെൻറ്റിൽ ഉണ്ടാവാം. അപ്പോൾ ഈ ഇൻ്റഗ്രലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ ഓവർ എ എച്ച് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എ കോംപ്ലിമെൻറ്റ് എച്ച് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ. ഇനി നോക്കൂ, ഇവിടെ എയിൽ നമ്മുടെ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എച്ച് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണ്. എനിക്കിവിടെ അപ്ലൈ ചെയ്യാം. നോക്കൂ, ഇവിടെ റൈറ്റ് സൈഡിൽ ഈ എച്ച് എന്ന് പറയുന്ന ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷനാണ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഇൻ്റഗ്രലും നോൺ നെഗറ്റീവ് ആണ്. സോ ദിസ് ഇസ് സം ഓഫ് നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റീസ്. ഓക്കെ. സോ ദിസ് സം വിൽ ബി ബിഗർ ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ എച്ച് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ശരിയല്ലേ? കാരണം എന്താണ്? ഇത് രണ്ടും നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരാളെ ഞാൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ രണ്ട് സം എന്ന് പറയുന്നത് വിൽ ബി ബിഗർ ദാൻ ഈച്ച് ഇൻഡിവിജ്വൽ. ഈ ഓരോ കമ്പോണൻറ്റ് ഇതിനേക്കാളും ആദ്യത്തെ കമ്പോണൻറ്റിനേക്കാളും വലുതാണ്, രണ്ടാമത്തെ കമ്പോണൻറ്റിനേക്കാളും വലുതാണ്. ഓക്കെ. സോ ദിസ് വിൽ ബി ബിഗർ ദാൻ ഓർ ഈക്വൽ ടു ദ ഫസ്റ്റ് കമ്പോണൻറ്റ്. The reason is because h is a non-negative function, or the integral, okay, integrand h of x into. So this is the reason for this. h of x into f of x greater than or equal to 0 for every x. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഇൻ്റഗ്രലും നോൺ നെഗറ്റീവ് ആണ്. സോ ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ ഫസ്റ്റ് ഇൻ്റഗ്രൽ. ഓക്കെ. പക്ഷേ ഫസ്റ്റ് ഇൻ്റഗ്രലിൽ എയിലൂടെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ എയിൽ ഈ എച്ച് വാല്യൂസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണ്. അത് ഞാനവിടെ ഉപയോഗിക്കുന്നു. സോ ഇതിനെ എപ്സിലോൺ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ബൗണ്ട് ചെയ്യാം. സോ ദാറ്റ് വിൽ be greater than or equal to epsilon times integral over a f of x dx. Okay. Why? Because h of x is greater than or equal to epsilon on a. Right? I used that bound for h. What is this integral of f over a? f എന്ന് പറയുന്നത് പി ഡി എഫ് ആണ്. പി ഡി എഫിനെ ഒരു സെറ്റിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ആ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയാണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എപ്സിലോൺ ടൈംസ് പ്രോബബിലിറ്റി ഓഫ് ദ ഇവൻറ്റ് എ. ഓക്കെ. Integral of the PDF is probability of the underlined event. Okay. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് ഓഫ് എക്സ്, അതായിരുന്നു ലെഫ്റ്റ് സൈഡ്, ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ. വാട്ട് ഈസ് പി ഓഫ് എ? ഇതിനെ നമുക്കൊന്നുകൂടെ റീറൈറ്റ് ചെയ്യാമല്ലോ. ദാറ്റ് ഈസ് എപ്സിലോൺ ടൈംസ് വാട്ട് ഈസ് എ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ. നോക്കൂ, എ എന്ന് പറയുന്നത്, ഓക്കെ, a is the set of all values for which h of x greater than or equal to epsilon. അപ്പോൾ ഇവൻ്റ് a എന്ന് പറയുമ്പോൾ we can write it as h of x is bigger than or equal to epsilon. ഓക്കെ. സോ ഇവിടെ p of a എന്ന് മാറ്റി നമുക്കതിൻ്റെ എക്സ്പ്രഷൻ തന്നെ കൊടുക്കാം, ആ ഇവൻറ്റിൻ്റെ എക്സ്പ്രഷൻ തന്നെ കൊടുക്കാം. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് h of x is greater than or equal to epsilon. This is same as probability that h of x greater than or equal to epsilon is less than or equal to expectation of h of x by epsilon. Okay. It is true for every positive epsilon. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇനീക്വാളിറ്റി പ്രൂവ് ചെയ്തു. ഓക്കെ. ഫസ്റ്റ് ഇനീക്വാളിറ്റി ഈസ് പ്രൂവ്ഡ്. സോ ഇവിടെ ആദ്യത്തെ ഇനീക്വാളിറ്റി പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ഇനീക്വാളിറ്റി പ്രൂവ് ചെയ്യാം. സോ ടു പ്രൂവ് ദ സെക്കൻഡ് ഇനീക്വാളിറ്റി, ടു പ്രൂവ് ദ മാർക്കോവ് ഇനീക്വാളിറ്റി, ടു പ്രൂവ്. സോ മാർക്കോവ് ഇനീക്വാളിറ്റി പ്രൂവ് ചെയ്യാൻ നമുക്ക് നേരത്തെ പ്രൂവ് ചെയ്ത റിസൾട്ട് എടുക്കാം. ഇവിടെ എച്ചിന് മോഡ് എക്സ് റേസ് ടു ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. സോ we have the result probability
probability that h of x bigger than or equal to epsilon is less than or equal to expectation of h of x by epsilon. It is true for every positive epsilon where h is a non-negative Borel measurable function such that expectation of h of x is finite. ഇത് നമുക്ക് കയ്യിലുണ്ട്. ഇവിടെ so put h of x equal to mod x power r, okay, and epsilon equal to say k raised to r, where k is a given positive number, okay. അപ്പോൾ ഇതിൽ ഈ ഇനീക്വാളിറ്റിയിൽ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദെൻ വൺ ബിക്കംസ്, നമുക്കിതിന് വൺ എന്ന് കൊടുക്കാം, ഓക്കെ. ദെൻ വൺ ബിക്കംസ് പ്രോബബിലിറ്റി ദാറ്റ് എച്ചിൻ്റെ പൊസിഷനിൽ മോഡ് എക്സ് പവർ ആർ, എച്ച് ഓഫ് എക്സ് എന്നുള്ളത് മോഡ് എക്സ് പവർ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്നുള്ളത് കെ റേസ് ടു ആർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് എക്സ് പവർ ആർ, ഓക്കെ, ഡിവൈഡഡ് ബൈ എപ്സിലോൺ ഈസ് കെ റേസ് ടു ആർ, ഓക്കെ. ഇവിടെ നോക്കൂ, ആദ്യത്തെ ഈ ഇവൻ്റ് മോഡ് എക്സ് പവർ ആർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ റേസ് ടു ആർ എന്ന് പറയുന്നത് ഏതിന് ഇക്വലൻ്റ് ആണ്? മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ടേക്കിംഗ് ആർത്ത് പവർ ഓൺ ബോത്ത് സൈഡ്. സോ ഇത് ഇതിലേക്ക് ചുരുങ്ങി വരും, ഓക്കെ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് എക്സ് പവർ ആർ ബൈ കെ പവർ ആർ. ഇത് തന്നെയല്ലേ നമുക്ക് കിട്ടേണ്ട ഇനീക്വാളിറ്റി. സോ ദ മാർക്കോവ് ഇനീക്വാളിറ്റി ഈസ് deduced from the main inequality, okay. അടുത്തത് ടു പ്രൂവ് ദ ചെബിഷേവ് ബിനാമി ഇനീക്വാളിറ്റി. നമുക്ക് തന്നിട്ടുണ്ട് വി ഹാവ് ഗിവൺ ദാറ്റ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് മ്യൂ എക്സിസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് ഓഫ് എക്സ് ഈസ് സിഗ്മ സ്ക്വയർ ദാറ്റ് ഓൾസോ ഫൈനൈറ്റ്. അപ്പോൾ ഈ രണ്ട് ക്വാണ്ടിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്ന എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത്, സോ പുട്ട് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ സ്ക്വയർ, ഓക്കെ. See, this is a non-negative random variable, okay, and Borel measurable because squaring, okay. So h of x equal to x minus mu square is a non-negative Borel measurable function, and epsilon equal to k square sigma square, k square times sigma square, where k is a positive number, okay, where k is a positive number. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? So we get that then from 1 we get എന്തായിരുന്നു? 1 എന്തായിരുന്നു? പ്രോബബിലിറ്റി ദാറ്റ് എച്ച് ഓഫ് എക്സ് ബിഗർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ, അല്ലേ? അതായത് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് മ്യൂ സ്ക്വയർ ആണ്. സോ എക്സ് മൈനസ് മ്യൂ സ്ക്വയർ എച്ച് ഓഫ് എക്സിൻ്റെ പൊസിഷനിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ, എപ്സിലോൺ എന്നുള്ളത് കെ സ്ക്വയർ സിഗ്മ സ്ക്വയർ will be less than or equal to expectation of h of x, ഇവിടെ h of x x minus mu square ആണ്, divided by epsilon എന്നുള്ളത് k square sigma square, ഓക്കെ. ഇതൊന്ന് റീറൈറ്റ് ചെയ്താൽ മതിയല്ലോ. ഇവിടെ രണ്ട് ഭാഗത്തും സ്ക്വയർ റൂട്ട് എടുക്കാം. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് മോഡ് എക്സ് മൈനസ് മ്യൂ, അല്ലേ? ബിക്കോസ് എക്സ് മൈനസ് മ്യൂ സ്ക്വയർ ഈസ് mod x minus mu whole square ആണ്, ഓക്കെ. ബട്ട് സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുക mod x minus mu ആണ്. So mod x, this is equivalent to mod x minus mu greater than or equal to k sigma, k times sigma less than or equal to expectation of x minus mu square. What is that? Expectation of x minus mu square. This is the definition of variance, okay. So the numerator is variance by k square sigma square. So sigma square cancel ചെയ്യും. So we have 1 by k square. ഇത് തന്നെയാണ് നമ്മുടെ ചെബിഷേവ് ഇനീക്വാളിറ്റി. ദാറ്റ് ഈസ് probability that mod x minus mu greater than or equal to k sigma is less than or equal to 1 by k square. So that is proved. Third inequality, that is Chebyshev-Binyam inequality, is also proved. ഇനി ഇതിൻ്റെ ഇക്വലൻ്റ് ഫോം എടുക്കാൻ വേണ്ടി ഇതിൻ്റെ കോംപ്ലിമെൻ്ററി പ്രോബബിലിറ്റിയിലേക്ക് എഴുതിയാൽ മതി, ഓക്കെ. ഓൾസോ probability that mod x minus mu greater than or equal to k times sigma less than or equal to 1 by k square implies that, gives that probability that mod x minus, ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ കോംപ്ലിമെൻ്ററി പ്രോബബിലിറ്റി എഴുതുമ്പോൾ 1 മൈനസ്, അല്ലേ? ഇതിൻ്റെ okay, let me write, left side can be rewritten as 1 minus probability that mod x minus mu less than k sigma still less than or equal to 1 by k square, okay. So that is same as negative times mod x minus mu, probability that mod x minus mu less than k
sigma is less than or equal to 1 by k square minus 1. ഇനി നെഗറ്റീവ് കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ we will get this probability that mod x minus mu less than k sigma will be bigger than or equal to 1 minus 1 by k square. So another form of Chebyshev-Binyamin inequality is also proved. ഓക്കെ, ഇവിടെ രണ്ട് പ്രോബ്ലം നിങ്ങൾക്ക് എക്സസൈസ് ആയിട്ട് ലീവ് ചെയ്യുന്നു. ലെറ്റ് എക്സ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് പി എം എഫ് തന്നിട്ടുണ്ട്. പി എം എഫ് തന്നിട്ടുണ്ട്. എക്സ് നോക്കൂ, 0 എന്നുള്ള വാല്യൂ എടുക്കുന്നത് 1 മൈനസ് 1 ബൈ കെ സ്ക്വയർ, വെർ കെ ക്യാൻ ബി എനി പോസിറ്റീവ് നമ്പർ ഗ്രേറ്റർ ദാൻ 1 അത് തന്നിട്ടുണ്ട്. എക്സ് 1 എന്നുള്ള വാല്യൂ എടുക്കുന്നതും -1 എന്നുള്ള വാല്യൂ എടുക്കുന്നതും സെയിം പ്രോബബിലിറ്റി വെച്ചാണ് 1/2 കെ സ്ക്വയർ. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് എടുക്കുന്നുള്ളൂ. 0, 1, -1. 0 എടുക്കാനുള്ള പ്രോബബിലിറ്റി 1 മൈനസ് 1 ബൈ കെ സ്ക്വയർ. 1ഉം -1 എടുക്കാൻ 1/2 കെ സ്ക്വയർ പ്രോബബിലിറ്റി ഈച്ചാണ്. ഓക്കെ, ഇവിടെ കാണിക്കേണ്ടത് ഷോ ദാറ്റ് ദ ഇക്വാളിറ്റി അച്ചീവ്ഡ് ഇൻ ചെബിഷേവ്സ് ഇൻഇക്വാളിറ്റി ഫോർ ദ റാൻഡം വേരിയബിൾ. ചെബിഷേവ്സ് ഇൻഇക്വാളിറ്റിയിൽ ഇക്വാളിറ്റി അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കേണ്ടത്. ഇപ്പോൾ ചെബിഷേവ്സ് ഇൻഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഈ ഇൻഇക്വാളിറ്റി ആണല്ലോ, ഈ പ്രോബബിലിറ്റിയുടെ ഒരു ബൗണ്ടാണല്ലോ. അപ്പോൾ ഈ പ്രോബബിലിറ്റി കമ്പ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഈ പ്രോബബിലിറ്റി കമ്പ്യൂട്ട് ചെയ്തിട്ട് ആക്ച്വൽ വാല്യൂ, ഇവിടെ മ്യൂ സിഗ്മ എന്ന് പറയുന്ന ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കണം. മ്യൂ എന്ന് പറയുന്നത് എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ, സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദാറ്റ് ഈസ് വേരിയൻസ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ റൂട്ട് കേട്ടോ. സിഗ്മ സ്ക്വയർ ആണ് വേരിയൻസ്. ഓക്കെ, സിഗ്മ ഇസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദി വേരിയൻസ്, റൈറ്റ്. അപ്പോൾ അത് കമ്പ്യൂട്ട് ചെയ്തതിൻ്റെ എക്സാക്റ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ചെബിഷേവ്സ് ഇൻഇക്വാളിറ്റി അനുസരിച്ചുള്ള ഇതിൻ്റെ ബൗണ്ടും കാണാം. അപ്പോൾ എക്സാക്റ്റ് വാല്യൂ ആയിട്ട് ഇത് ഈക്വലായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. രണ്ടാമത്തെ പ്രോബ്ലം, എക്സ് ഇസ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. എക്സ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് പി ഡി എഫ്. സോ എക്സ് ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ആണ്, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ കാണേണ്ടത് ഫൈൻഡ് എ ലോവർ ബൗണ്ട് ഫോർ ദിസ് പ്രോബബിലിറ്റി. ഈ പ്രോബബിലിറ്റി നമ്മൾ ചെബിഷേവ്സ് ഇൻഇക്വാളിറ്റിയുടെ രണ്ടാമത് നമ്മൾ എഴുതിയ ഇക്വലൻ്റ് ഫോമിലുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ആ ബൗണ്ട് നോക്കി എഴുതാം. ഓക്കെ, ഇവിടെ എക്സാക്റ്റ് വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ ചെബിഷേവ്സ് ഇൻഇക്വാളിറ്റി തന്നെയാണെന്നുള്ള കൺഫേം ചെയ്യണം. യു ഹാവ് ടു കമ്പ്യൂട്ട് എക്സ്പെക്റ്റേഷൻ ആൻഡ് യു ക്യാൻ സീ ദാറ്റ് മീൻ ഈസ് 1/2 ആൻഡ് യു മേ കമ്പ്യൂട്ട് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓൾസോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എനിക്ക് തോന്നുന്നു സ്ക്വയർ റൂട്ട് 1/2 കിട്ടും തോന്നുന്നു. ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ചെബിഷേവ്സ് ഇൻഇക്വാളിറ്റി വെച്ച് അതിൻ്റെ ബൗണ്ട് കാണും. ഇതിൻ്റെ എക്സാക്റ്റ് പ്രോബബിലിറ്റിയും കണ്ടുപിടിക്കാൻ പറ്റും. ഈ mod x minus half less than 2 times സ്ക്വയർ റൂട്ട് 1/12 ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സാക്റ്റ് പ്രോബബിലിറ്റി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. ഓക്കെ, അതാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.